കൊല്ലം കോർപ്പറേഷൻ മേയറായി കോൺഗ്രസിലെ AK ഹഫീസിനെ തെരഞ്ഞെടുത്തു. LDFിലെ PJ രാജേന്ദ്രനെ 16-നെതിരെ 27 വോട്ടുകൾക്കാണ് ഹഫീസ് പരാജയപ്പെടുത്തിയത്. BJPയും SDPയും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. വരണാധികാരിയായ ജില്ലാ കളക്ടർ N ദേവിദാസന്റെ നേതൃത്വത്തിലാണ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യ റൗണ്ടിൽ SDPI UDFിന് പിന്തുണ നൽകിയപ്പോൾ UDFിന് 28 വോട്ടുകൾ ലഭിച്ചു. രണ്ടാം റൗണ്ടിൽ SDPI വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF മേയർ സ്ഥാനാർത്ഥിയായി താമരക്കുളം ഡിവിഷനിൽ നിന്നും വിജയിച്ച കോൺഗ്രസിലെ AK ഹഫീസ് LDF സ്ഥാനാർത്ഥിയായ കന്നിമേൽ ഡിവിഷനിൽ നിന്നും വിജയിച്ച CPMലെ PJ രാജേന്ദ്രനെ 16-നെതിരെ 27 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ആദ്യ റൗണ്ടിൽ NDAയുടെ G ഗിരീഷിന് 12 വോട്ടുകൾ ലഭിച്ചെങ്കിലും രണ്ടാം റൗണ്ടിൽ NDAയും വിട്ടുനിന്നു. മേയറായി തിരഞ്ഞെടുത്ത AK ഹഫീസിന് കളക്ടർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട AK ഹഫീസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് മേയറായി തെരഞ്ഞെടുത്ത ഹഫീസിനെ നേതാക്കളും പ്രവർത്തകരും മാലയിട്ടും ഷാളണിയിച്ചും പൂച്ചെണ്ടുകൾ നൽകിയും സ്വീകരിച്ചു. MPമാരായ NK പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ്, PC വിഷ്ണുനാഥ് MLA, DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളായ ബിന്ദു കൃഷ്ണ, VS ശിവകുമാർ എന്നിവർ ഷാളണിയിച്ചു. മേയർ AK ഹഫീസിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കക്ഷി നേതാക്കളെ സംസാരിക്കാൻ സമ്മതിച്ചില്ലെന്ന് ആരോപിച്ചാണ് LDF BJP കൗൺസിൽ അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ഇടത് കോട്ടയാണ് കൊല്ലം എന്ന ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടായിരുന്നു ഇത്തവണ UDF കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. കൊല്ലം കോർപ്പറേഷനിൽ UDF 27, LDF 16, NDA 12, SDPI 1 എന്നിങ്ങനെയാണ് കക്ഷിനില. ഇത്തവണ കൊല്ലം കോർപ്പറേഷനിലേക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും ചരിത്ര വിജയം നേടിയ ആഹ്ലാദത്തിലാണ് UDF.